ഇടത് സർക്കാരിനെ തറപറ്റിക്കാൻ NSS കരയോഗങ്ങളിൽ തീരുമാനം. ഫെബ്രുവരി മാസത്തിലെ അവസാന ഞായറാഴ്ച 24-ന് സംസ്ഥാനത്ത് യോഗം ചേർന്ന വിവിധ NSS കരയോഗങ്ങളിൽ ഇടതുമുന്നണി സർക്കാരിനെ നിലയ്ക്ക് നിർത്തുന്നതിനായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നായർ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി സർക്കാരിനെതിരെ അണിനിരക്കുന്നതിന് തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യണം എന്നവർ തീരുമാനിച്ചിട്ടില്ല. ഇക്കാര്യം അംഗങ്ങൾക്ക് അറിയാം എന്നാണ് യോഗങ്ങളിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. വോട്ട് BJPയുടെ കീശയിലാകുമോ അതോ കോൺഗ്രസിന്റെ കീശയിലാകുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസിന്റെ കീശയിലാകാനാണ് കൂടുതൽ സാധ്യത. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. NSSനെതിരെ കോടിയേരി ശക്തമായി നീങ്ങുമ്പോൾ പിണറായിയാണ് ഇവിടെ പ്രതിസന്ധിയിലാക്കുന്നത്. കോടിയേരി മാത്രം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പ്രകോപിക്കുന്നതിന് പിന്നിൽ പിണറായി വിജയനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. ശബരിമല വിഷയത്തിൽ NSSന് ഒരേ നിലപാടാണുള്ളതെന്നും അവർക്ക് വിമർശനം ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നും കോടിയേരി നേരത്തെ പറഞ്ഞു. എന്നാൽ RSSനൊപ്പം ചേരരുത്. പിന്നീട് തർക്കം നാൾക്ക് നാൾ ചെല്ലുന്തോറും മുറുകയാണ് കണ്ടത്. അയഞ്ഞും മുറുകിയുമാണ് തർക്കങ്ങൾ പുരോഗമിച്ചത്. ആദ്യം കടുത്ത നിലപാടെടുത്ത കോടിയേരി പിന്നീട് NSSുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ സുകുമാരൻ നായർ ക്ഷോഭിച്ചു. അതിന് കോടിയേരി മറുപടി കൊടുത്തു. വിവാദങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. NSSന് ഇതുവരെയും പിണറായി പരസ്യമായി മറുപടി നൽകിയിട്ടുമില്ല. അതിന് വ്യക്തമായ കാരണമുണ്ട്. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. NSSനെ പോലൊരു സമുദായ സംഘടനയെ പിണക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പിണറായിക്കറിയാം. അത്തരത്തിൽ പിണക്കമുണ്ടാക്കിയാൽ അത് ശരിയാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. NSSന് മറുപടി നൽകാൻ CPMോ പിണറായിയോ കോടിയേരിയെ നിയോഗിച്ചിട്ടുമില്ല. എന്നിട്ടും കോടിയേരി സുകുമാരൻ നായർക്കെതിരെ സംസാരിക്കുന്നു. അതിലാണ് വ്യക്തമായ രാഷ്ട്രീയമുള്ളത്. കോടിയേരിയുടെ ലക്ഷ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക എന്നതാണ്. അതിന് പിണറായി വിജയൻ രാജിവെക്കണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടൈം അവസാനിപ്പിക്കണം. കോടിയേരിയും പിണറായിയും തമ്മിൽ തീരെ ചേർച്ചയില്ല. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തോടെ നീങ്ങുന്നു. രണ്ടുപേരുടെയും ലക്ഷ്യം അധികാരമാണ്. മുന്നോക്ക സമുദായക്കാരനായ കോടിയേരി സുകുമാരൻ നായർക്കെതിരെ മറുപടി പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടില്ലെന്ന് CPM കരുതുന്നു. എന്നാൽ പിണറായിയെ ബുദ്ധിമുട്ടിക്കുകയാണ് കോടിയേരിയുടെ ലക്ഷ്യം. NSSനെ എതിരാക്കിയാൽ അത് സർക്കാരിനെ വെള്ളത്തിലാക്കുമെന്ന് കോടിയേരി കരുതുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ ഇപ്പോൾ പിന്നോക്കക്കാരുടെ സർക്കാരായി മാറുകയാണ്. നായർ, ബ്രാഹ്മണ സമുദായങ്ങൾ സർക്കാരുമായി എതിർപ്പിലാണ്. ക്രൈസ്തവർക്കിടയിൽ ഓർത്തഡോക്സ് സഭ സർക്കാരിന് എതിരായി കഴിഞ്ഞു. ഇത്തരത്തിൽ മുന്നോക്ക സമുദായങ്ങൾ എതിരായാൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മുന്നോക്കക്കാർ എതിരാകാതിരിക്കാൻ മുഖ്യമന്ത്രി സ്വയം പ്രയത്നിക്കുന്നുമുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അപ്രസക്തനാക്കിക്കൊണ്ടാണ് മുന്നോക്കക്കാർ സർക്കാരിന് കൂടുതൽ എതിരായി മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്ക് ഇതാണ് സംഭവിച്ചത്. ഇക്കാര്യം കോടിയേരിക്കറിയാം. മുന്നോക്കക്കാരെ എതിരാക്കാനാണ് കോടിയേരി ശ്രമിക്കുന്നത്. ഇതോടെ പിണറായിയുടെ കാലം കഴിയും. എന്നാൽ പിണറായിക്ക് ഇതിനെയെല്ലാം അതിജീവിക്കാമായിരുന്നു. പക്ഷേ പാർട്ടി ഇതിന് അദ്ദേഹത്തെ അനുവദിക്കുന്നുമില്ല. കൊള്ളയും കൊലയും നടത്തി ജനങ്ങളെ തങ്ങളിൽ നിന്ന് എതിരാക്കാനാണ് CPM ശ്രമിക്കുന്നത്. കരയോഗങ്ങളാണ് നായർ സമുദായങ്ങളുടെ വോട്ടുകൾ നിർണ്ണയിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളുടെ സർക്കാർ എന്നാണ് ഉമ്മൻചാണ്ടി അറിയപ്പെട്ടത്. അങ്ങനെയാണ് NSS അദ്ദേഹത്തെ താഴെ ഇറക്കിയത്. അതേ അനുഭവമാണ് പിണറായിക്ക് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ഇടത് സർക്കാരിന് വന്നു ചേർന്നിരിക്കുന്നത് വൻ അപകടമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.